രുദ്ര, രുദ്ര, ഞാൻ നിന്റെ ഭാര്യയാണ്. ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുന്നത് വരെ മാത്രം. വരൂ, ഇവിടുന്ന് പോവാം. ഇങ്ങനെ പറഞ്ഞ രുദ്ര അന്തരയെ അവഗണിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി. കുഞ്ഞു പ്രായം മുതൽ തന്നെ അന്തര വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്നു. അവളുടെ അമ്മ വളരെ നേരത്തെ മരിച്ചുപോയിരുന്നു. പക്ഷെ അവളുടെ അങ്കിൾ ഒരിക്കലും അവൾക്ക് അമ്മയുടെ അഭാവം തോന്നാൻ ഇടയാക്കിയില്ല. വീട്ടിലെ ഒരു ചെറിയ മുറിയിൽ കനത്ത ദാരിദ്ര്യത്തിലാണ് അവൾ തന്റെ ബാല്യം ചിലവഴിച്ചത്. അങ്കിളിന്റെ മകൾ ഗായത്രിയുടെ പഠനം ബാധിക്കാതിരിക്കാനായി അന്തര തന്റെ സ്വന്തം പഠനം പോലും നിർത്തി. എന്നാൽ ഗായത്രി എല്ലായ്പ്പോഴും അവളെ പരിഹസിക്കുകയും അവമതിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അന്തരയുടെ ജീവിതത്തിൽ ദിവസേന വിഷം കലർത്താൻ ഗായത്രി വിവാഹം പോലും കഴിക്കാതെ തന്നെ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഇനി അന്തരയുടെ ഓരോ രാവിലെയും അപമാനങ്ങളോടെയാണ് തുടങ്ങുന്നത്.